എനിക്ക് തോന്നിയിട്ടുള്ളത് റമളാനിലാണ് ഏറ്റവും കൂടുതൽ പണിയുള്ളത് എന്നാണ്. എത്ര പണിയെടുത്താലും തീരാത്ത പോലെ തോന്നും, എത്ര പാത്രം കഴിയാലും ഒരു തീരാത്ത പോലെ തോന്നും. അപ്പോൾ പാത്രം കഴിയിട്ട് ഇങ്ങനെ ഇട്ട് വെക്കാനായിട്ട് മുന്നേ എൻ്റെ അടുത്തൊരു ചെറിയൊരു ബാസ്ക്കറ്റാണ് ഉണ്ടായത്. ഇപ്പം ഞാനവിടെ വലിയൊരു ബാസ്ക്കറ്റ് വെച്ചിന്. അപ്പം പാത്രം ഓരോന്നാകുന്നതിനനുസരിച്ച് പെട്ടെന്ന് നമുക്ക് കഴിയിട്ട് അതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രങ്ങളൊന്നും കുന്നുകൂടിയിട്ട് നിൽക്കില്ല. പിന്നെ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പണിയെല്ലാം കഴിയുന്ന പോലെ തോന്നും. പിന്നെ ചെറിയ മക്കളിലുള്ള ഉമ്മാമാരക്കാർ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. റമളാനിന് മുന്നേറ്റ് നമുക്ക് കുറേ കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കുമല്ലോ. അപ്പം എനിക്കതിൽ മെയിനായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ അരച്ചിട്ടെല്ലാം വെക്കുമല്ലോ. അപ്പോൾ അത് നമുക്ക് വലിയൊരു ഉപകാരമായിട്ട് തോന്നലുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ സ്നാക്സിനുള്ളതും കറിയിലേക്കുള്ളതായിട്ടുള്ള വെജീസും എല്ലാം ഞാനിവിടെ കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചിക്കൻ ക്ലീൻ ആക്കിയിട്ട് എടുക്കണം, മീൻ കട്ടാക്കാനുണ്ട്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാനുണ്ട്. അതെല്ലാം നമുക്ക് കുളിക്കുന്നതിന് മുന്നേ ആയിട്ടെല്ലാം കട്ടാക്കിയിട്ടെല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കിങ്ങെല്ലാം പെട്ടെന്ന് കഴിയുന്ന പോലെ തോന്നും. അതേപോലെ തന്നെ ഇതെല്ലാം കട്ടാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് കുറച്ച് വലിയൊരു ബക്കറ്റ് തന്നെ എടുത്ത് വെക്കുക വേസ്റ്റ് ഇടാനായിട്ട്. അതാവുമ്പോൾ വേസ്റ്റൊന്നും അടിടൊന്നും ആയില്ല. പിന്നെ നമുക്ക് കുറേ പണിയുള്ള ദിവസമാണ്. ആദമിൻ്റെ ഫുഡെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഓനിക്കുള്ള ഫുഡെല്ലാം ഒന്ന് റെഡിയാക്കാനുണ്ടായിന്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ ഇടയിൽ ആദം മോന് എണിച്ചിട്ട് ഇങ്ങനെ കരയുന്നുണ്ടായിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അർമാനോട് പറഞ്ഞ് കുറച്ച് സമയം ഒന്ന് കളിപ്പിച്ചേന്ന്. പിന്നെ ഓന് ഞാൻ ഇതുപോലത്തെ ഹെൽത്ത് മിക്സാണ് പൊടിച്ച് വെക്കലുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പാൻ കേക്കും ദോശയും ഓനിക്കുള്ള കുറുക്കിയും എല്ലാം ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഫുൾ റെസിപ്പിയെല്ലാം നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇന്ന് ഞാൻ 2 ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സും കൂടി റെഡിയാക്കുന്നുണ്ട്. ഒന്ന് സേമിയ കൈപ്പോളയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും ഞാൻ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ പാൻ കേക്കും കൂടി റെഡിയാക്കിയിട്ടുണ്ടായിന്. അതൊരു പാർട്ടിയെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഈസി ആയിട്ടുള്ള സ്നാക്സാണ്. അതേപോലെ തന്നെ കുറേ എണ്ണൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്നാക്സാണ് ഞാനിന്ന് റെഡിയാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കാവേ. പിന്നെ നമ്മളെ കാസർഗോഡുകാരുടെ സ്പെഷ്യലായിട്ടുള്ള സേമിയ ബിരിയാണി, അപ്പോൾ അതും കൂടി റെഡിയാക്കിയിട്ടുണ്ടായിന്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഡേ ഫുള്ള് നിങ്ങൾക്ക് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് മിനിറ്റ് കൊണ്ടൊന്നും കാണിക്കാൻ പറ്റുന്നൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വീഡിയോ ആയിട്ട് ഇങ്ങനെ കാണിക്കുന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നോമ്പ് നല്ല റാഹത്തായിട്ട് അടിപൊളിയായിട്ട് കഴിഞ്ഞവ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഇനിയുള്ള എല്ലാ നോമ്പും നല്ല സന്തോഷത്തിൽ തുറക്കാനും അതേപോലെ തന്നെ അസുഖങ്ങളൊന്നും ഇല്ലാതെ നല്ല റാഹത്തായിട്ട് ഇരിക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ്